Hi friends, welcome to Goods and Service Tax Part 8. Terms and Definitions. First one, aggregate turnover. Aggregate turnover means the total value of all taxable supplies, exempt supplies, export of goods and or services and interstate supplies of a taxable person having the same PAN computed on the pan-India basis, excluding taxes under GST. Aggregate turnover എന്നുള്ള കൺസെപ്റ്റിൽ വരുന്നത് ടാക്സബിൾ സപ്ലൈസിൻ്റെ ടോട്ടൽ വാല്യൂ, അതുപോലെ തന്നെ എക്സംപ്റ്റഡ് സപ്ലൈസ് GSTയുടെ പരിധിയിൽ വരാത്ത ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അതിൻ്റെ സപ്ലൈ, അതുപോലെ തന്നെ എക്സ്പോർട്ട് ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ എക്സ്പോർട്ടുകൾ, ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നടത്തുന്ന സപ്ലൈ, ഒരു പേഴ്സൺ ഒരു പാൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വിവിധങ്ങളായ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ടാക്സബിൾ സപ്ലൈസ്, അതുപോലെ തന്നെ എക്സംപ്റ്റഡ് സപ്ലൈസ്, എക്സ്പോർട്ട്, ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ആഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇന്ത്യയുടെ ഏത് ഭാഗത്ത്, ഇന്ത്യയിൽ എവിടെ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടത്തിയാലും അത് ആഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ പരിധിയിൽ വരുന്നതാണ്. However, the value of inward supplies on which taxation is based on reverse charge shall not be admitted. റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആകുന്ന ഇൻവേർഡ് സപ്ലൈസ് പർച്ചേസുകൾ ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നതല്ല. റിവേഴ്സ് ചാർജ് എന്നാൽ സാധാരണ രീതിയിൽ സെല്ലർ ടാക്സ് അടയ്ക്കുന്നതിന് പകരമായി GST അടയ്ക്കുന്നതിന് പകരമായിട്ട് പർച്ചേസർ ടാക്സ് അടയ്ക്കാനായിട്ട് ലയബിൾ ആകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് എന്നൊക്കെ പറയുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ പരിധിയിൽ വരുന്നില്ല. Threshold limit for registration for supply of goods. For normal category states, rupees 40 lakhs. For special category states, rupees 20 lakhs. GSTയിലെ രജിസ്ട്രേഷൻ എടുക്കുന്നതിനുള്ള പരിധി അല്ലെങ്കിൽ ടേൺ ഓവർ എത്ര രൂപയ്ക്ക് മുകളിലുള്ള ആൾക്കാരാണ് GST രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുക്കേണ്ടത് എന്ന് നോക്കാം. ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആളുകൾ, നോർമൽ കാറ്റഗറി സ്റ്റേറ്റിലുള്ള ആളുകളാണെങ്കിൽ 40 ലാക്സോ അതിൽ കൂടുതലോ ടേൺ ഓവർ ഉണ്ടെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 40 ലാക്കിൽ കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കണം. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിലുള്ള ആളുകളാണ്, ഗുഡ്സ് മാത്രമാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ 20 ലാക്സിന് മുകളിലോട്ട് ടേൺ ഓവർ ഉണ്ടെങ്കിൽ, ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടെങ്കിൽ GSTയിൽ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഫോർ സപ്ലൈ ഓഫ് സർവീസസ് ഓർ ഗുഡ്സ് ആൻഡ് സർവീസസ്, സർവീസ് മാത്രമോ അല്ലെങ്കിൽ ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും ആണെങ്കിൽ, ആദ്യത്തെ കേസിൽ ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ രണ്ടാമത്തെ കേസിൽ പറയുന്നത് സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നോർമൽ കാറ്റഗറി സ്റ്റേറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ 20 ലാക്സിന് മുകളിൽ ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുത്തിരിക്കണം. ഫോർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് rupees 10 lakhs. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽപ്പെട്ട ആളുകളാണെങ്കിൽ, സർവീസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 10 ലാക്സിന് മുകളിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു ഫിനാൻഷ്യൽ ഇയറിലുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Threshold limit for opting composition scheme. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നതിനുള്ള ത്രെഷോൾഡ് ലിമിറ്റ്
സ്മോൾ ഡീലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടു മനി GST ഫോർമാലിറ്റീസിൽ നിന്ന് ആ ഡീലേഴ്സിന് ഒഴിവാകാനായിട്ട് പറ്റും. മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ക്വാർട്ടേർലി റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ട് എല്ലാ അക്കൗണ്ട്സുകളും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സ്മോൾ ഡീലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് കോമ്പോസിഷൻ സ്കീം. നോർമൽ കാറ്റഗറി സ്റ്റേറ്റിലാണെങ്കിൽ 1.5 crore താഴെ ആഗ്രിഗേറ്റ് ടേൺ ഓവറുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് 75 lakhൽ താഴെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉള്ളവർക്ക് മാത്രമാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് GST ഓഡിറ്റ്. GST ഓഡിറ്റ് ഈസ് കമ്പൽസറി ഫോർ എ ടാക്സബിൾ പേഴ്സൺ ഹൂസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ്സ് ₹2 crore. ഏതൊക്കെ ടാക്സബിൾ പേഴ്സൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ആണോ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2 കോടിയിൽ കൂടുതൽ വരുന്നത് അവർ GSTയിൽ കമ്പൽസറി ആയിട്ട് ഓഡിറ്റ് ചെയ്തിരിക്കണം. GST അനുസരിച്ച് 2 crore കൂടുതൽ അഗ്രിഗേറ്റ് ടേൺ ഓവറുള്ള ആൾക്കാർ GST ഓഡിറ്റ് ചെയ്തിരിക്കണം. അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ള കൺസെപ്റ്റ് പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് തീരുമാനിക്കുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവർ എത്രയാണെന്ന് നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവർ എത്രയുണ്ടെന്ന് നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ GST ഓഡിറ്റ് ആരൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നതും അഗ്രിഗേറ്റ് ടേൺ ഓവർ എത്രയുണ്ടെന്ന് നോക്കിയിട്ടാണ്. നെക്സ്റ്റ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. നമ്മൾ പലതവണ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് പറഞ്ഞു. GST രജിസ്ട്രേഷൻ എടുക്കുന്നതിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിന് നോർമൽ സ്റ്റേറ്റിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ടേൺ ഓവറിൽ വ്യത്യാസമുണ്ട്, അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന് അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ എമൗണ്ട് വ്യത്യാസമുണ്ട്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് വരുന്നതെന്ന് നോക്കാം. അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു ആൻഡ് കാശ്മീർ. 11 സ്റ്റേറ്റുകളാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഗുഡ്സ്. GSTയിൽ ഗുഡ്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഓൾ ടൈപ്സ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് ആക്ഷനബിൾ ക്ലെയിം, ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ദ ലാൻഡ് ദാറ്റ് ആർ എഗ്രീഡ് ടു ബി സർവേഡ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ എ കോൺട്രാക്ട് ടു സപ്ലൈ. ഇറ്റ് എക്സ്ക്ലൂഡ്സ് സെക്യൂരിറ്റീസ് ആൻഡ് മണി. ഗുഡ്സിൻ്റെ ഡെഫിനേഷനിൽ എല്ലാ മൂവബിൾ പ്രോപ്പർട്ടീസും ഉൾപ്പെടും. ആക്ഷനബിൾ ക്ലെയിം, അതുപോലെ തന്നെ ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ്, ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇങ്ങനെയുള്ള ഐറ്റംസ്, ലാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് സെയിൽ നടത്താനായിട്ട് പറ്റുന്ന ഗ്രാസ്, ക്രോപ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗുഡ്സ് എന്നുള്ള ഡെഫിനിഷനിൽ ഉൾപ്പെടുന്നു. ഗുഡ്സ് എന്നുള്ള ഡെഫിനിഷനിൽ ഉൾപ്പെടാത്തത് സെക്യൂരിറ്റീസ്, മണി ഇവയൊക്കെയാണ്. നെക്സ്റ്റ് വൺ സർവീസസ്. GSTയിൽ എങ്ങനെയാണ് സർവീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ് but includes activities relating to the use of money or its conversion by cash or by any other mode from one form currency or denomination to another form currency or denomination for which a separate consideration is charged.
സർവീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗുഡ്സ് ഉൾപ്പെടുന്നില്ല, അതുപോലെ തന്നെ മണി, സെക്യൂരിറ്റീസ് ഇവയൊന്നും ഉൾപ്പെടുന്നില്ല. എന്നാൽ മണിയുമായിട്ട് ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റീസ് അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മണി ഒരു കറൻസി മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിനോമിനേഷനിലേക്ക് മാറ്റുന്നു ഒക്കെ അതിന് സെപ്പറേറ്റ് കൺസിഡറേഷൻ ചാർജ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ മണിയായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ സർവീസ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഗുഡ്സ് അല്ലാത്തതെല്ലാം എന്താണ്? സർവീസാണ്. സർവീസ് എന്നുള്ള കാറ്റഗറി വരാത്തത് മണി, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ഇവയാണ്. മണിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസ്, ഒരു കറൻസി മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, ഡിനോമിനേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ അതിന് സെപ്പറേറ്റ് കൺസിഡറേഷൻ ചാർജ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് സർവീസിൻ്റെ കാറ്റഗറിയിൽ വരും. നെക്സ്റ്റ്, സപ്ലൈ. സപ്ലൈ ഇൻക്ലൂഡ്സ് all forms of supply of goods and or services such as sale, transfer, barter, exchange, license, rental, lease or disposal made or agreed to be made for a consideration by a person in the course of business, and also includes import of services for a consideration whether or not in the course of business. സപ്ലൈ എന്നാൽ എന്താണ് എന്ന് GST ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയൊക്കെ ട്രാൻസാക്ഷനുകളെയും അല്ലെങ്കിൽ സപ്ലൈ എന്നുള്ള ഡെഫിനേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സെയിലാവാം, ട്രാൻസ്ഫർ ആവാം, ബാർട്ടർ ആകാം, എക്സ്ചേഞ്ച് ആവാം, ലൈസൻസ് ആവാം, ലീസിന് എടുത്തിരിക്കുന്നതാവാം, റെൻറ്റിന് കൊടുത്തിരിക്കുന്നതാവാം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും സപ്ലൈയുടെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ ഒന്നെങ്കിൽ കൊടുക്കണം, അതല്ലെങ്കിൽ കൊടുക്കാവുന്ന എഗ്രി ചെയ്തിരിക്കുന്നതായിരിക്കണം. ബിസിനസ് പർപ്പസിന് വേണ്ടി ആയിരിക്കണം. ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത് ബിസിനസ് പർപ്പസിന് വേണ്ടിയായിരിക്കണം. എന്നാൽ ഈ സപ്ലൈയുടെ കാറ്റഗറിയിൽ ഇമ്പോർട്ട് ഓഫ് സർവീസും ഉൾപ്പെടുന്നുണ്ട്. സർവീസ് ഇമ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അത് ബിസിനസ് പർപ്പസിനാണെങ്കിലും അല്ലെങ്കിലും സപ്ലൈയുടെ കാറ്റഗറിയിൽ വരും. സപ്ലൈ എന്നാൽ എന്താണെന്ന് നോക്കാം. എല്ലാ തരത്തിലുള്ള ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ എന്നുള്ള ഡെഫിനിഷൻ ഉൾപ്പെടുന്നു. സെയിലാവാം, ട്രാൻസ്ഫർ ആവാം, ഗുഡ്സിൻ്റെയൊക്കെ ട്രാൻസ്ഫർ, ബാർട്ടർ ഒരു ഗുഡ്സിന് പകരം മറ്റൊരു ഗുഡ്സ് മേടിക്കുന്ന പഴയ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ്, എക്സ്ചേഞ്ച് ഒരു ഗുഡ്സിൻ്റെ കൂടെ ക്യാഷ് കൂടെ കൊടുത്ത് മറ്റൊരു ഗുഡ്സ് മേടിക്കുന്നു, അതുപോലെ തന്നെ ലൈസൻസിന് എടുക്കുന്നത്, റെൻറ്റിന് കൊടുക്കുന്നത്, ലീസിന് എടുക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷനും സപ്ലൈ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഇവിടെ കൺസിഡറേഷൻ ഉണ്ടാവണം. കൺസിഡറേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാവുന്ന എഗ്രി ചെയ്തിരിക്കുകയോ ചെയ്യണം. അതുപോലെ തന്നെ ബിസിനസ് പർപ്പസിനുള്ള ട്രാൻസാക്ഷൻസ് ആവണം, എങ്കിൽ മാത്രമേ സപ്ലൈയുടെ കാറ്റഗറി വരുള്ളൂ. അതുപോലെ തന്നെ സപ്ലൈ എന്നുള്ള വേർഡിൽ ഇമ്പോർട്ട് ഓഫ് സർവീസ് ഉൾപ്പെടുന്നുണ്ട്. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ ആയിരിക്കണം, കൺസിഡറേഷൻ കിട്ടുന്ന കേസായിരിക്കണം. ബിസിനസ് പർപ്പസിനാണെങ്കിലും അല്ലെങ്കിലും ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ എന്താണ് സപ്ലൈയുടെ കാറ്റഗറിയിൽ വരുന്നു. നെക്സ്റ്റ്, ടാക്സബിൾ സപ്ലൈ. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് വിച്ച് ഈസ് ലെവിബിൾ ടു ടാക്സ്. ടാക്സബിൾ സപ്ലൈ എന്നാൽ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ അല്ലെങ്കിൽ ഇവ രണ്ടിൻ്റെയോ സപ്ലൈ ആണ്. അവിടെ ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നുണ്ടെങ്കിൽ, ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട ലയബിലിറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സപ്ലൈ ആണ് നമ്മൾ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്. ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നതായ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ ആണ് നമ്മൾ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്. നോൺ ടാക്സബിൾ സപ്ലൈ. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് വിച്ച് ഈസ് നോട്ട് ലെവിബിൾ ടു ടാക്സ് അണ്ടർ GST. GSTയിൽ ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നില്ലാത്തതായ സപ്ലൈ, ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ അല്ലെങ്കിൽ ഗുഡ്സും സർവീസും കൂടെ സപ്ലൈ ചെയ്യുകയാണ്. അവിടെ
GSTയിൽ ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സപ്ലൈ ആണ് നോൺ ടാക്സ്ഡ് സപ്ലൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സംപ്റ്റ് സപ്ലൈ. സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ് that are not taxable and includes such supply of goods and or services that attract zero rate of tax or that may be exempt from tax as per section 11. Exempt supply എന്നാൽ നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ ആണ് എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അതായത് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്നു, എന്നാൽ അവിടെ ടാക്സ് ആപ്ലിക്കബിൾ അല്ല, അവിടെ ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല എങ്കിൽ അതിന് നമുക്ക് എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറയാവുന്നതാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് അട്രാക്ട് സീറോ റേറ്റ് ഓഫ് ടാക്സ്. GSTയിൽ ഉൾപ്പെടുന്ന ഗുഡ്സ് ആണ്, എന്നാൽ അതിൻ്റെ ടാക്സ് റേറ്റ് സീറോ ആണെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സോ സർവീസിൻ്റെയോ സപ്ലൈ ആണ്. അങ്ങനെയുള്ള ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ സപ്ലൈ എക്സംപ്റ്റ് സപ്ലൈ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നു. സെക്ഷൻ 11 പ്രകാരം ഉള്ള സപ്ലൈ പബ്ലിക്കിന് നെസസറി ആയിട്ടുള്ള സപ്ലൈ ഗവൺമെൻറ് ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ എക്സംപ്റ്റഡ് സപ്ലൈയുടെ കാറ്റഗറിയിൽ വരുന്നു. നെക്സ്റ്റ്, സീറോ റേറ്റഡ് സപ്ലൈ. Supply of any goods and or services including export or to special economic zone developer or a special economic zone unit. സീറോ റേറ്റഡ് സപ്ലൈ എന്നുള്ള ടേമിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു നോക്കാം. എക്സ്പോർട്ട്, ഗുഡ്സോ സർവീസോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടാക്സ്, GSTയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് സീറോ റേറ്റഡ് സപ്ലൈയുടെ കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഗുഡ്സോ സർവീസോ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് സെയിൽ നടത്തുകയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്പർക്ക് സപ്ലൈ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതും സീറോ റേറ്റഡ് സപ്ലൈയുടെ കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ്, ഇൻവേർഡ് സപ്ലൈ. ഇൻവേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ പർച്ചേസ് ആണ്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഗുഡ്സോ സർവീസോ ഇങ്ങോട്ട് കിട്ടുന്നതിനെയൊക്കെയാണ് ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. റിസീറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ് വെദർ ബൈ പർച്ചേസ്, അക്വിസിഷൻ ഓർ എനി അതർ മീൻസ് ആൻഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഉണ്ടായിട്ടോ ഇല്ലാതെയോ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ അസറ്റൊക്കെയാണ് അക്വയർ ചെയ്യുക, ഇതിനെയാണ് നമ്മൾ ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഔട്ട്വേർഡ് സപ്ലൈ. സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ് വെദർ ബൈ സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെൻ്റൽ, ലീസ് ഓർ ഡിസ്പോസൽ ഓർ എനി അതർ മീൻസ് മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് ഡ്യൂറിങ് ബിസിനസ്. ബിസിനസ് പർപ്പസിന് വേണ്ടി ഗുഡ്സോ സർവീസോ സെയിൽ നടത്തുക, ട്രാൻസ്ഫർ നടത്തുക, ബാർട്ടർ വഴി ഉള്ള ട്രാൻസാക്ഷൻ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെൻ്റൽ, ലീസ്, ഡിസ്പോസൽ, ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷനും ഔട്ട്വേർഡ് സപ്ലൈയിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. സാധാരണയായിട്ട് നമ്മൾ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിന് പറയുന്ന അതേ മീനിങ് തന്നെയാണ് ഇവിടെയും. ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ സെയിൽ നടത്തുന്നതിനെയാണ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ടേക്കിംഗ് ഔട്ട് ഓഫ് ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് പുറത്തെ ഒരു സ്ഥലത്തേക്ക് സെയിൽ നടത്തി കഴിഞ്ഞാൽ അത് എക്സ്പോർട്ടാണ്. നെക്സ്റ്റ്, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ബ്രിങ്ങിങ് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഗുഡ്സ് കൊണ്ടുവരുന്നതിനെയാണ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സപ്ലയർ. Persons providing goods and or services and shall include an agent acting as such on behalf of
such supplier about the goods and or services provided. ഒരു പേഴ്സൺ ഗുഡ്സോ സർവീസോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് സപ്ലയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സപ്ലയറെ റെപ്രസെൻ്റ് ചെയ്ത് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻറ്റും സപ്ലയർ എന്നുള്ള ഡെഫിനിഷൻ ഉൾപ്പെടും. നെക്സ്റ്റ് വൺ, ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ ഓഫ് സർവീസ്. ഒരു സർവീസ് സപ്ലൈ ചെയ്യുന്ന ആളുടെ സപ്ലയറുടെ ലൊക്കേഷൻ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് നോക്കാം. Where a supply is made from a place of business for which the registration has been obtained, the location of such a place of business. സർവീസ് സപ്ലൈ ചെയ്യുന്നത് ആ ബിസിനസ്സിൻ്റെ രജിസ്റ്റേർഡ് പ്ലേസിൽ നിന്നാണെങ്കിൽ ആ രജിസ്റ്റേർഡ് പ്ലേസ് ആയിരിക്കും ലൊക്കേഷൻ ഓഫ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. സപ്ലയർ സർവീസ് സപ്ലൈ ചെയ്യുന്നത് ആ ബിസിനസ്സിൻ്റെ രജിസ്റ്റേർഡ് പ്ലേസിൽ നിന്നാണെങ്കിൽ ആ രജിസ്റ്റേർഡ് പ്ലേസ് ആയിരിക്കും ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ്, ആ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയറുടെ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. Where a supply is made from a place other than the place of business for which registration has been obtained, a fixed establishment or elsewhere, the location of such a fixed establishment. ഒരു സപ്ലയർ സർവീസ് സപ്ലൈ ചെയ്യുന്നത് രജിസ്റ്റേർഡ് പ്ലേസിൽ നിന്നല്ല എങ്കിൽ മറ്റൊരു ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു ബിസിനസ് പ്ലേസിൽ നിന്നാണ് ആ സപ്ലയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഏതാണോ അതായിരിക്കും സപ്ലയറുടെ ലൊക്കേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വേറെ സപ്ലൈ ഈസ് മെയ്ഡ് ഫ്രം മോർ ദാൻ വൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, whether the place of business or fixed establishment, the location of the establishment most directly concerned with the provisions of the supply. എന്നാൽ സർവീസ് സപ്ലൈ ചെയ്യുന്നത് ഒരൊറ്റ പ്ലേസിൽ നിന്നല്ല എങ്കിൽ, ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്നാണെങ്കിൽ പല ബിസിനസ് പ്ലേസുകളും ഉണ്ടാവാം. അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡർക്ക് പല ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കേസിൽ ആ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മോസ്റ്റ്ലി ഡയറക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ് ഏതാണോ അതിനെ നമുക്ക് സപ്ലയറുടെ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ കൂടുതൽ തവണ സർവീസ് സപ്ലൈ ചെയ്യുന്ന പ്ലേസ്, അതല്ലെങ്കിൽ ആ സർവീസുമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ് ഏതാണോ ആ ബിസിനസ് പ്ലേസിന് നമുക്ക് സപ്ലയറുടെ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് പ്ലേസസ്, ദ ലൊക്കേഷൻ ഓഫ് ദ യൂഷ്വൽ പ്ലേസ് ഓഫ് റെസിഡൻസ് ഓഫ് ദ സപ്ലയർ. സപ്ലയർക്ക് ഇങ്ങനെയൊരു രജിസ്റ്റേർഡ് പ്ലേസോ ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റോ ഒന്നും ഇല്ലെങ്കിൽ സപ്ലയറുടെ റെസിഡൻസ് എവിടെയാണോ, സപ്ലയർ താമസിക്കുന്ന പ്ലേസ് ഏതാണോ ആ പ്ലേസിനെ സപ്ലയറുടെ ലൊക്കേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ലൊക്കേഷൻ ഓഫ് ദ റിസീപ്പിയൻ്റ് ഓഫ് സർവീസ്. സർവീസ് റിസീവ് ചെയ്യുന്ന ആളുടെ പ്ലേസ്, റിസീപ്പിയൻറ്റിൻ്റെ പ്ലേസ്, ലൊക്കേഷൻ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കാം. Where a supply is received at a place of business for which the registration has been obtained in the location of such a place of business. സർവീസ് റിസീവ് ചെയ്യുന്നത് റിസീവറുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രജിസ്റ്റേർഡ് പ്ലേസിൽ വെച്ചാണെങ്കിൽ ആ രജിസ്റ്റേർഡ് പ്ലേസിനെ
റെസിപ്പിയൻറ്റിൻ്റെ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. Where a supply is received at a place other than the place of business for which registration has been obtained, a fixed establishment or elsewhere, the location of such fixed establishment. റിസീവർ സർവീസ് റിസീവ് ചെയ്യുന്നത് ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലാണെങ്കിൽ, അതായത് രജിസ്റ്റേർഡ് പ്ലേസിലല്ല എങ്കിൽ മറ്റൊരു ബിസിനസ് പ്ലേസിൽ വെച്ചാണെങ്കിൽ ആ ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ നമുക്ക് റെസിപ്പിയൻറ്റിൻ്റെ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. വേറെ സപ്ലൈ ഈസ് റിസീവ്ഡ് അറ്റ് മോർ ദാൻ വൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വെദർ ദ പ്ലേസ് ഓഫ് ബിസിനസ് ഓർ ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, the location of the establishment most directly concerned with the receipt of supply. പല ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ അല്ലെങ്കിൽ പല ബിസിനസ് പ്ലേസിൽ വെച്ചാണ് റിസീവർ സർവീസ് റിസീവ് ചെയ്യുന്നതെങ്കിൽ ആ സർവീസുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ് ഓഫ് ബിസിനസ് ഏതാണോ അതിനെ നമുക്ക് റിസീവറുടെ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. In the absence of such places, the location of the usual place of residence of the recipient. ഇപ്പോൾ ഇങ്ങനെ രജിസ്റ്റേർഡ് പ്ലേസോ ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റോ ഒന്നും ഇല്ലെങ്കിൽ റിസീവറുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് ഏതാണോ അതിനെ നമുക്ക് ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കൺസെപ്റ്റ് റിവേഴ്സ് ചാർജ്. Tax liability on the recipient of supply of goods and or services instead of the supplier of such goods or services. സാധാരണയായിട്ട് GSTയിലെ ടാക്സ് അടയ്ക്കാനുള്ള ലൈബിലിറ്റി ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്കാണ്. എന്നാൽ സാധാരണയുള്ള സപ്ലയർക്കുണ്ടാകുന്ന ആ ലൈബിലിറ്റി അത് റിവേഴ്സ് ചെയ്യപ്പെടുന്നു. അതായത് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുന്ന റിസീവർക്ക് ടാക്സ് അടയ്ക്കാനുള്ള ലൈബിലിറ്റി ഉണ്ടാവുന്നതിനെയാണ് GSTയിൽ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നതിന്. അപ്പോൾ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ സപ്ലയർക്ക് പകരമായിട്ട് റിസീവർക്ക് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുന്ന റിസീവർക്ക് ടാക്സ് അടയ്ക്കാനുള്ള ലൈബിലിറ്റി ഉണ്ടാവുന്നതിനെയാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. Normally, the supplier of goods or services pays tax on supply. In case of reverse charge, the receiver becomes liable to pay tax, that is, their chargeability gets reversed. സാധാരണ രീതിയിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്കാണ് ടാക്സ് അടയ്ക്കാനുള്ള ലയബിലിറ്റി ഉണ്ടാകുന്നു. എന്നാൽ റിവേഴ്സ് ചാർജിൻ്റെ കേസിൽ റിസീവർ ടാക്സ് അടയ്ക്കാനായിട്ട് ലയബിൾ ആവുകയാണ്. അതായത് ഇവിടെ ചാർജബിലിറ്റി റിവേഴ്സ് ചെയ്യപ്പെടുന്നു. സാധാരണയായിട്ട് ടാക്സ് അടയ്ക്കാനുള്ള ലയബിലിറ്റി സപ്ലയർക്കാണ്, അത് റിവേഴ്സ് ചെയ്യപ്പെട്ട് റിസീവർക്ക് ആവുന്നതിനെയാണ് റിവേഴ്സ് ചാർജ് അഥവാ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നൊക്കെ പറയുന്നത്. കേസസ് വെയർ റിവേഴ്സ് ചാർജ് ഈസ് ആപ്ലിക്കബിൾ. ഏതൊക്കെ കേസിലാണ് റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നോക്കാം. സപ്ലൈ ഫ്രം ആൻ അൺരജിസ്റ്റേർഡ് ഡീലർ ടു എ രജിസ്റ്റേർഡ് ഡീലർ. ഒരു രജിസ്റ്റേർഡ് ഡീലർ അൺരജിസ്റ്റേർഡ് ഡീലറിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ GSTയിൽ ടാക്സ് അടയ്ക്കാനുള്ള ലയബിലിറ്റി റിസീവറായിട്ടുള്ള രജിസ്റ്റേർഡ് ഡീലർക്ക് ആയിരിക്കും. ഇഫ് ദ സപ്ലയർ ഈസ് ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ, he cannot collect and remit tax on his supplies. സപ്ലയർ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ടാക്സ് കളക്ട് ചെയ്യാനോ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള അധികാരമില്ല. when a registered recipient purchases goods or services, the liability to collect and remit tax rests with the registered buyer and not with the unregistered supplier. എന്നാൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന റിസീവർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യാനും അടയ്ക്കാനുമുള്ള ലയബിലിറ്റി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസീവർക്കാണ്, അല്ലാതെ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സപ്ലയർക്ക് അല്ല.
Next one, services through an e-commerce operator. If an e-commerce operator supplies services, reverse charge will be applicable to the e-commerce operator. E-commerce operator സർവീസുകൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ചാർജാണ് ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് റിവേഴ്സ് ചാർജ് പ്രകാരം ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഇഫ് ദ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഡസ് നോട്ട് ഹാവ് എ ഫിസിക്കൽ പ്രസൻസ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി, ദ പേഴ്സൺ റെപ്രസെൻറ്റിംഗ് ഹിം വിൽ ലയബിൾ ടു പേ ടാക്സ്. എന്നാൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് ഇന്ത്യയിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിൽ, അയാൾക്ക് ഓഫീസോ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഇന്ത്യയിൽ ആ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾ ആരാണോ അയാളാണ് ടാക്സ് അടയ്ക്കാനായിട്ട് ലയബിൾ ആയിട്ടുള്ള ആൾ. ഇഫ് ദർ ഈസ് നോ സച്ച് റെപ്രസെൻറ്റേറ്റീവ്, ഹി ഷുഡ് അപ്പോയിൻറ്റ് എ റെപ്രസെൻറ്റേറ്റീവ് ടു പേ ടാക്സ്. അപ്പം അങ്ങനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടില്ല എങ്കിൽ അങ്ങനെ ടാക്സ് അടയ്ക്കുന്ന പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, സപ്ലയർ ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ലൊക്കേറ്റഡ് ഇൻ നോൺ ടാക്സബിൾ ടെറിട്ടറി. If the supplier is located in a non-taxable territory, he cannot collect tax from the recipient. Then the recipient will be liable to pay tax under reverse charge mechanism. സപ്ലയർ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ നോൺ ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ആളാണെങ്കിൽ, ഇന്ത്യക്ക് പുറത്തുള്ള ആളാണെങ്കിൽ, അയാൾക്ക് ടാക്സ് കളക്ട് ചെയ്യാനോ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ റിസീവറായിട്ടുള്ള അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന റിസീവർ, അയാൾ ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ആളാണ്, അയാൾക്കാണ് ടാക്സ് കളക്ട് ചെയ്യാനും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുമുള്ള ലയബിലിറ്റി ഉള്ളത്. ഇവിടെയും റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ് ആപ്ലിക്കബിൾ ആവുന്നത്. കാരണം സപ്ലയർ നോൺ ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ആളാണ്, റിസീവർ ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ആളാണ്. നെക്സ്റ്റ് വൺ, സപ്ലൈ ഫ്രം ആൻ അൺഓർഗനൈസ്ഡ് സെക്ടർ. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ബിസിനസ്മാൻ, ഇവിടെ പർച്ചേസർ അഥവാ റിസീവറാണ് ടാക്സ് അടയ്ക്കാനായിട്ട് ലയബിൾ ആവുന്നത്. കോസ്റ്റ് ഓഫ് കളക്ടിങ് ടാക്സ് ഫ്രം അൺഓർഗനൈസ്ഡ് സെക്ടർ വിൽ ബി ഹൈ ആൻഡ് നമ്പർ ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ ദ സെക്ടർ വിൽ ബി more and their aggregate turnover will be less. അൺഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും, എന്നാൽ അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ആഗ്രിഗേറ്റ് ടേൺ ഓവർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കൂടുതൽ ആൾക്കാരുണ്ട്, പക്ഷേ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള ആഗ്രിഗേറ്റ് ടേൺ ഓവർ കുറവാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ കോസ്റ്റ്, ടാക്സ് കളക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു രജിസ്റ്റർ ഓൾ പീപ്പിൾ ഇൻ ദ സെക്ടർ അണ്ടർ GST ബിക്കോസ് മോസ്റ്റ് ഓഫ് ദം ആർ ബിലോ ദ ത്രെഷോൾഡ് ലിമിറ്റ്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽപ്പെട്ട ആൾക്കാരെ എല്ലാവരെയും കൂടെ GSTയിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമാകില്ല. കാരണം ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, അതുപോലെ തന്നെ അവരുടെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ കുറവാണ്. ആഗ്രിഗേറ്റ് ടേൺ ഓവർ കുറവായതുകൊണ്ട് തന്നെ അവർ GSTയിൽ ത്രെഷോൾഡ് ലിമിറ്റിൽ താഴെ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് GSTയിൽ രജിസ്ട്രേഷൻ എടുപ്പിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്ന് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന ബിസിനസ്മാൻ, ആ ബിസിനസ്മാന് റിസീവർക്ക്, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുന്ന ആൾക്ക് റിസീവർക്ക് ടാക്സ് അടയ്ക്കാനുള്ള ലൈബിലിറ്റി ഉണ്ടാവുകയാണ്. നെക്സ്റ്റ് വൺ, സപ്ലൈ ഓഫ് certain ഗുഡ്സ് ആൻഡ് സർവീസസ് സ്പെസിഫൈഡ് ബൈ ദ ഗവൺമെൻറ്. Legislature may exempt specific goods or services or both
from levy of tax, but indirectly tax is levied under reverse charge. The government has issued a list of goods and services on which reverse charge is applicable. ഗവൺമെൻറ് ചില സ്പെസിഫിക് ഗുഡ്സിനെയും ചില സ്പെസിഫിക് സർവീസിനെയും ഡയറക്റ്റായിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഇൻഡയറക്റ്റായിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ടാക്സ് കളക്ട് ചെയ്യാതെ റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നു. അതായത് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന ബിസിനസ്മാൻമാരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നു. ഗവൺമെൻറ് അങ്ങനെ ഒരു ലിസ്റ്റ്, ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ലിസ്റ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും കേസിൽ സപ്ലയർക്കല്ല റിസീവർക്കാണ് ടാക്സ് അടയ്ക്കാനുള്ള ലയബിലിറ്റി ഉണ്ടാവുന്നത്. Thank you for watching this video.